കൊച്ചിയിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സിൽ പിടിയിലായത് 15ഓളം സ്വകാര്യ ബസ്സുകളാണ്. അനധികൃതമായി ചരക്ക് നീക്കം നടത്തിയതിനും സ്റ്റേജ് കാരേജായി സർവീസ് നടത്തിയതിനും ഈ ബസ്സുകൾക്കെതിരെ കേസെടുത്തു. 70,000 രൂപയാണ് പിഴയായി ഇന്ന് മോട്ടോർ വാഹന വകുപ്പിന് കൊച്ചിയിൽ നടന്ന ഈ പരിശോധനയിൽ ലഭിച്ചത്. എറണാകുളം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക്. ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിൽ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെയുള്ള പരിശോധന തന്നെയായിരുന്നു. ഏതാനും ബസ്സുകളാണ് ഈ ഒരു നീക്കത്തിലൂടെ പിടിയിലായത്. ഇതിന് വിശദ വിവരങ്ങൾ നൽകാൻ ട്രാൻസ്പോർട്ട് വിഭാഗം ഉദ്യോഗസ്ഥർ നമുക്കൊപ്പമുണ്ട്. സർ, ഇന്ന് നടത്തിയ പരിശോധനയിൽ എത്ര ബസ്സുകൾക്കെതിരെയാണ് ഇന്ന് നടപടി സ്വീകരിച്ചിട്ടുള്ളത്? നമ്മൾ ഏതാണ്ട് 50ഓളം ബസ്സുകൾ പരിശോധിച്ചു. അതിൽ ഒരു 30-ലേറെ ബസ്സുകൾ വിവിധ ചെക്ക് പോസ്റ്റുകളിൽ ഇതേ പരിശോധനയ്ക്ക് വിധേയരായി ഫൈനെല്ലാം അടച്ചിട്ട് വന്ന വാഹനങ്ങളായിരുന്നു. അതിൻ്റെ രേഖകൾ പരിശോധിച്ചതിന് ശേഷം തുടർന്ന് യാത്ര നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ 15ഓളം വാഹനങ്ങൾ നമ്മൾ ഇവിടെ സ്പോട്ടിൽ കേസ് എഴുതി ഫൈൻ അടപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഈ സ്റ്റേജ് കാരേജ് സർവീസ് എന്ന് പറയുന്ന ഓപ്പറേഷനെതിരെയാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ LAPT ഉൾപ്പെടെയുള്ള ലൈസൻസുകൾ ആവശ്യമായിട്ടുണ്ട് ഇത്തരത്തിൽ കോൺട്രാക്ട് കാരിയേജുകളായി പ്രവർത്തിക്കാൻ തന്നെ. അത്തരത്തിൽ അതില്ലാതെ പ്രവർത്തിക്കുന്ന സർവീസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് LAPT ലൈസൻസ് ഓഫീസിൽ ചെന്ന പരിശോധിച്ചാലേ നമുക്കറിയുള്ളൂ. ബുക്കിംഗ് ഓഫീസുകളിൽ ഇന്ന് 10 മണിക്ക് ശേഷം വേറെ ടീം LAPT ലൈസൻസ് ഉള്ള ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ആ അന്വേഷണം തുറന്നു നടക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള വലിയ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കെല്ലാം തന്നെയുള്ള കേരള ട്രാൻസ്പോർട്ട് സർവീസുകൾ ഉൾപ്പെടെയുള്ള സർവീസുകൾ അന്തർ സംസ്ഥാനമായി സർവീസുകൾ നടത്തുമ്പോഴും ഇതിനിടയിൽ കൊള്ളലാഭം കൊയ്യുകയാണ് സ്വകാര്യ ബസ് ലോബികൾ. ഇതിനെതിരെയുള്ള ആദ്യഘട്ട നടപടിയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി നടന്നിട്ടുള്ളത്. കൊച്ചിയിലും വലിയ തോതിൽ ഇത്തരത്തിൽ കള്ളത്തരത്തിലൂടെ പണമുണ്ടാക്കിയ നിരവധി ലോബികളെ പിടികൂടാനായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്ന ചെറുപ്പക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സന്ദർഭത്തിനൊത്ത് ഉയർന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കേസ് ചാർജ് ചെയ്യുകയും ഇതിനോടകം അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും 7 പേരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിൽ അവരെ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കത്തക്ക വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേസ് പ്രത്യേകം കൈകാര്യം ചെയ്യുന്നതിനായി കൊച്ചിയിലെ അസിസ്റ്റന്റ് കമ്മീഷണറെ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മർദ്ദനവുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുടെ കാര്യത്തിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ള നടപടി. അതിനിയും കൂടുതൽ മൊഴിയുടെയും മറ്റ് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ പ്രതി ചേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിക്കാം എന്നാണ് ഇപ്പോൾ എത്തിയിട്ടുള്ള ധാരണ. മറ്റൊന്ന്, ഈ പരാതികൾക്കെല്ലാം സംഭവങ്ങൾക്ക് എല്ലാം ഇടയായിട്ടുള്ളത് ഇത്തരത്തിൽ അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന വാഹനങ്ങൾ ഒരു നിയമ നടപടികളും പാലിക്കാതെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. മാധ്യമങ്ങൾ തന്നെ കുറേ പ്രശ്നങ്ങൾ
ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അന്നു മുതൽ തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മോട്ടോർ വാഹന വകുപ്പും പോലീസിൻ്റെ സഹായത്തോടെ ഓപ്പറേഷൻ നൈറ്റ് റെയ്ഡേഴ്സ് എന്ന പേരിൽ കർശന പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ 259 കേസുകളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കേസുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിഴ ഈടാക്കൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തീരുമാനിച്ചിട്ടുള്ളത്. 3,74,000 രൂപ ഇതിനകം തന്നെ പിഴ അടിസ്ഥാനത്തിൽ ഈടാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ പരിശോധനാ സംവിധാനം ഇനിയുള്ള ദിവസങ്ങളിലും ശക്തമായി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് കാരണം പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. ഒന്ന്, സ്റ്റേജ് കെയറേജ് എന്ന നിലയിൽ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുക. ഇപ്പോഴത്തെ മോട്ടോർ വാഹന നിയമമനുസരിച്ച് ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ വളരെ ലളിതമാണ്. കേരളത്തിൽ ഓടുന്ന ഈ കല്ലട ഉൾപ്പെടെയുള്ള സ്വകാര്യ ട്രാവൽസുകാരുടെ ബസ്സുകൾ ഏതാണ്ട് പകുതിയിലധികവും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അരുണാചൽ പ്രദേശിലാണ്. AR എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം അവിടെ രജിസ്റ്റർ ചെയ്യുകയും അവിടുത്തെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ആയതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന പെർമിറ്റ് ഉപയോഗിച്ച് കേരളത്തിൽ സർവീസ് നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇതൊരു പ്രശ്നമാണ്. പക്ഷേ അത് ഓൾ ഇന്ത്യ മോട്ടോർ വാഹന നിയമത്തിലെ നടപടിക്രമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ആ നിയമത്തിൽ ഒരു മാറ്റം വരുത്താനുള്ള പരിമിതികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇവരവകാശപ്പെടുന്നത് ഇവർ നേരിട്ട് യാത്രക്കാരുമായി ഒരു കരാറിലും ഇല്ല എന്നാണ്. അതിനവർ LAPT ലൈസൻസ് ലഭിച്ചിട്ടുള്ള ഏജൻസികളെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഏജൻസികൾ അവർക്ക് വേണ്ടി ആളുകളെ ബുക്ക് ചെയ്യുകയും ബുക്ക് ചെയ്ത യാത്രക്കാരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആ ബസ്സിൽ കയറ്റി അയക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഫലത്തിൽ അത് സ്റ്റേജ് കെയറേജ് എന്ന നിലയിലേക്ക് പരിവർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മോട്ടോർ വാഹന നിയമങ്ങളുടെ ലംഘനമാണ്. എന്നാൽ ഈ ട്രാവൽസുമായി അവർക്ക് നേരിട്ട് ബന്ധമില്ലാത്ത വിധം ഒരു വളഞ്ഞ വഴിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചത് ഇത്തരത്തിലുള്ള ഏജൻസികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ ലൈസൻസ് ഇല്ലാതെയും ഒരേ ഏജൻസിയുടെ പേരുപയോഗിച്ച് പല സ്ഥലങ്ങളിലായി ബുക്കിംഗ് സെൻ്ററുകൾ സ്ഥാപിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംവിധാനവും ഈ പരിശോധനയിലൂടെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ആലോചിച്ചത് ഇത്തരത്തിലുള്ള ഏജൻസികളുടെ പ്രവർത്തനം പരിശോധിക്കുക. ഇതിനകം തന്നെ 46 ടിക്കറ്റ് ഇഷ്യൂയിങ് ഏജൻസികളെ ഇത്തരത്തിലുള്ളവർക്ക് കണ്ടെത്തുകയും ലൈസൻസ് ഇല്ലാത്തവരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവർക്ക് ഒരാഴ്ചക്കകം മതിയായ രേഖകളോടുകൂടി ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നോട്ടീസിന് ഒരാഴ്ചക്കകം കൃത്യമായ ശരിയാം വണ്ണം പ്രതികരിച്ചില്ലെങ്കിൽ അവരുടെ അത്തരം ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ഇന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്.
അതേപോലെ തന്നെ ഇത്തരം ലൈസൻസ് ലഭിക്കുന്നതിന് വലിയ കർശനമായ നിബന്ധനകളൊന്നും ഇപ്പോൾ, വ്യവസ്ഥാപിത നിബന്ധനകൾ ഇപ്പോഴില്ല. അപ്പോൾ അടിയന്തരമായും ഇന്ന് ഞങ്ങൾ ആലോചിച്ചത് ഇത്തരം ലൈസൻസിൻ്റെ നിബന്ധനകൾ സുവ്യക്തമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിലേക്ക് ശ്രമങ്ങൾ തുടങ്ങണമെന്നാണ്. കാരണം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കണം. അത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അത്തരം ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി, അങ്ങനെ വരുമ്പോൾ ആ ഗൈഡ് ലൈൻസ് ലംഘിക്കുന്നത് ഒരു നിയമലംഘനമായി കണക്കാക്കി അവരുടെ പേരിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇതാണ് ആ കാര്യത്തിലുള്ളത്. പിന്നെയുള്ളത്, ഈ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് തന്നെ, കോൺട്രാക്ട് കവറേജ് എന്ന വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് തന്നെ അവർ ഗുഡ്സ് സർവീസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഗുഡ്സ് കാരേജ് ആയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധന നടത്തിയപ്പോൾ ഇന്നലെ തന്നെ കുറേയേറെ കേസുകൾ കണ്ടെത്തുകയും അവരുടെ പേരിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ചരക്ക് വാഹനമായി കോൺട്രാക്ട് കാരേജുകളെ ഉപയോഗപ്പെടുത്തുന്നതിനെ കർശനമായി ചെറുക്കാൻ ആവശ്യമായ പരിശോധനാ നടപടികൾ 24 മണിക്കൂറും ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് 2 ഘടകങ്ങളുടെ സഹായം ഞങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് പോലീസിൻ്റെ സഹായവും 2 നികുതി വകുപ്പിൻ്റെ സഹായവും. കാരണം ഇവർ ഈ വേബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലാതെയാണോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നതുകൂടി പരിശോധിച്ചാൽ നിയമലംഘനവും കണ്ടുപിടിക്കാം, നികുതി വെട്ടിപ്പും കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീടുള്ളത്, ഇവർ ഒരു ബസ്സിലും സ്പീഡ് ഗവർണർ സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലേക്ക് വരും, ഇവർ ലൈസൻസ് എവിടെയായിരുന്നാലും കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ സ്പീഡ് ഗവർണർ ഘടിപ്പിക്കുന്നില്ലെങ്കിൽ അത് നിയമലംഘനമായി കണക്കാക്കിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കും. മറ്റൊരു കാര്യം പരാതിയായി വന്നിട്ടുള്ളത്, ഇവരെപ്പോഴാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, എവിടെയാണ് വാഹനം നിർത്തുന്നത് എന്നത് സംബന്ധിച്ച് യാത്രക്കാർക്ക് യാതൊരു മുൻ ധാരണകളും ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് പല അസൗകര്യങ്ങളും യാത്രക്കാർക്ക് ഉണ്ടാകുന്നു എന്നതാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സർവീസ് നടത്തുന്ന, ഇന്ത്യയിൽ എവിടെ രജിസ്റ്റർ ചെയ്താലും അത്തരം ബസ്സുകളിൽ GPS ഈ ജൂൺ മാസം, ജൂണല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്, ജൂൺ 1-ാം തീയതി മുതൽ എങ്കിലും, കാരണം അവർക്ക് നമ്മൾ സഫീഷ്യൻ്റായ സമയം കൊടുക്കുക, നമ്മൾ സമയം കൊടുത്തില്ല എന്ന പരാതി ഒന്നും ആർക്കും ഉണ്ടാകാൻ പാടില്ല. ജൂൺ 1-ാം തീയതി മുതൽ അതില്ലെങ്കിൽ അതിൻ്റെ പേരിലും നമുക്ക് നടപടികൾ സ്വീകരിക്കാം. അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചത് ചുരുക്കത്തിൽ നിലവിലുള്ള നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എങ്ങനെ കേരള ഗവൺമെൻറ്റിന് ഇവരെ നിയന്ത്രിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഉയർന്നു വന്നിട്ടുള്ളൊരു വലിയ പരാതി അമിതമായ ചാർജ് ഈടാക്കലാണ്. അമിതമായ ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ച് സ്റ്റേജ് കാരേജ് ആകും, സ്റ്റേജ് കാരേജസിന് മാത്രമാണ്, സ്റ്റേജ് കാരേജസ്, ഓട്ടോറിക്ഷകൾ, ടാക്സി കാറുകൾ എന്നിവയ്ക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കോൺട്രാക്ട് കാരേജുകൾക്ക് നിരക്കുകൾ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്, ഇവർക്ക് നിരക്ക് നിശ്ചയിക്കാമോ, അങ്ങനെ നിശ്ചയിക്കുമ്പോൾ ഏത് രീതിയിലാണ് നിശ്ചയിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നമ്മുടെ ഫെയർ സ്റ്റേജ് നിർണയത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ന്യായമായ ഒരു നിരക്ക്, ഒരു ടിക്കറ്റിനല്ല, ഒരു ടിക്കറ്റിനാകുമ്പോൾ ഇൻഡിവിജ്വൽ ടിക്കറ്റ് ആകും, ഇൻഡിവിജ്വൽ ടിക്കറ്റ് ആകുമ്പോൾ അത് കോൺട്രാക്ട് കാരേജ് ആകും. അപ്പോൾ കോൺട്രാക്ട് കാരേജ് എന്നതിനെ സ്റ്റേജ് കാരേജ് എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കാൻ ഇടയാകാത്ത വിധത്തിൽ എങ്ങനെ നമുക്ക് ഒരു മാക്സിമം റേറ്റ്, മിനിമം റേറ്റ് അങ്ങനെ നിശ്ചയിക്കാൻ വേണ്ടി ഉള്ള സാധ്യതകൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നിലവിലുള്ള നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടും എന്നാൽ ഈ ഗൈഡ് ലൈൻസ് ഇറക്കുക തുടങ്ങിയിട്ടുള്ള നടപടികളിൽ, എക്സിക്യൂട്ടീവ് നടപടികളിലൂടെ
ചില കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. കാരണം ഈ എന്താണ് നമ്മുടെ ലൈസൻസ് LAPT ഈ സെൻറ്ററുകൾക്കുള്ള പിന്നെ മാർഗനിർദ്ദേശം തുടങ്ങിയതൊക്കെ നമുക്ക് തന്നെ നിർണ്ണയിക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെയൊക്കെ നിർണ്ണയിച്ചുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ എല്ലാം ഉദ്ദേശം നമ്മളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് യാത്രക്കാരുടെ സുരക്ഷിതത്വവും സൗകര്യവും ഉറപ്പുവരുത്തുന്ന വിധത്തിലല്ല ഈ സ്ഥാപനവും സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റും. ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥാപനം, ഒരു സ്ഥാപനം മാത്രമല്ല, സമാനമായ രീതിയിൽ സർവീസ് നടത്തുന്ന പല സ്ഥാപനങ്ങളും സമാനമായ കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സ്ഥാപനത്തിനെതിരെയുള്ളൊരു നടപടി എന്ന നിലക്കല്ല, ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന അനധികൃതമായ നിയമലംഘനങ്ങൾ നടത്തുന്ന കോൺട്രാക്ട് കാരേജുകൾക്കെതിരെ എന്ന നിലയിൽ തന്നെ നമ്മൾ അതിനെടുക്കുക. ആരോടെങ്കിലും ഒരാളോട് ഏതെങ്കിലും ഒരു പിന്നെ സ്ഥാപനത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏർപ്പാടായിട്ട് നമ്മളതിനെ കാണുന്നില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ടു, സ്വാഭാവികമായും ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടപടികൾ സ്വീകരിച്ചതെങ്കിലും ഈ ഒരു സ്ഥാപനത്തോടല്ല, സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സർവീസ് നടത്തുന്ന ആരായിരുന്നാലും അവരോടെല്ലാം ഇതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അന്തർ സംസ്ഥാന സർവീസുകൾ ജനങ്ങൾക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നതിനാണ് ഊന്നൽ. അനുബന്ധമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവരെ യാത്രക്കാർ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? അതിന് പ്രധാന കാരണം KSRTCയെ പോലെ വിശ്വസനീയമായ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ സേവനം ഇവിടെ അപര്യാപ്തമായതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ തീരുമാനിച്ചത് അന്തർ സംസ്ഥാന സർവീസുകളിൽ നിസ്സാര കാരണങ്ങളാൽ സർവീസുകൾ ക്യാൻസൽ ചെയ്യുന്നത് ഇനി ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ പകരം ബസ്സുകൾ, എക്സ്ട്രാ ബസ്സുകൾ കരുതി വെച്ചുകൊണ്ട് സർവീസ് നടത്താനുള്ള സംവിധാനം ഒരുക്കണം. ഇപ്പോൾ ഈ ചുരുങ്ങിയ ദിവസത്തിനിടയിൽ അത്തരത്തിലുള്ള 3 ബസ്സുകൾ മാത്രമാണ് ഓടാതിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ പത്തനംതിട്ടയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോയ ബസ് ആക്സിഡൻ്റായി അത് റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കി 2 ബസ്സുകൾ നാളെയും മറ്റന്നാളുമായി സർവീസ് നടത്തുന്നതിനുള്ള ഏർപ്പാട് കഴിയും. അത് വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ബസ്സാണ്. അവരോട് ഇല്ലെങ്കിൽ അവർക്കൂടെ അവരുമായിട്ടുള്ള എഗ്രിമെൻ്റ് നമുക്ക് നിർത്തലാക്കേണ്ടി വരും എന്ന നിലയിലുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാരണം അവർ പകരം ബസ് തരാൻ അവരാണ് ബാധ്യസ്ഥർ. വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ നമ്മൾ വണ്ടി വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ബസ് കേടുവന്നാൽ പകരം ബസ് തരേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ ഉടമസ്ഥന്മാർക്കാണ്. അത് ഇതുവരെ തന്നിട്ടില്ല. അത് തരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്ന നിലക്കുള്ള മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ട്. കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്നതാണ്. കൂടുതൽ സർവീസുകൾ നടത്താൻ എങ്ങനെ സാധിക്കുമെന്നത് സംബന്ധിച്ച് അന്തർ സംസ്ഥാന തലത്തിലുള്ള ചർച്ചകളും എഗ്രിമെൻറ്റും ആവശ്യമാണ്. അത് ട്രാൻസ്പോർട്ട് സെക്രട്ടറിമാർ തലത്തിലുള്ള ചർച്ചകൾ നടത്തുന്നതിനുള്ള നിർദ്ദേശവും ഇന്ന് നൽകിയിട്ടുണ്ട്. മറ്റൊരു വലിയ പോരായ്മയായി പാസഞ്ചേഴ്സ് അസോസിയേഷൻകാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്കുള്ള തീവണ്ടി ഗതാഗതത്തിൻ്റെ അപര്യാപ്തതയാണ്. ഇത് സംബന്ധിച്ച് ഇന്ന് റെയിൽവേ ബോർഡ് ചെയർമാനുമായി സംസ്ഥാന ഗതാഗത വകുപ്പ് സെക്രട്ടറി ജ്യോതിലാൽ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഈ യാത്രാ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പ്രത്യേകമായ ഡൽഹിയിൽ വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകമായി സമയം ചോദിച്ചുകൊണ്ട് കൊച്ചി മെട്രോയുടെ കാര്യവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിനാണ്, പിന്നൊരു കൊങ്കൺ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ പങ്കെടുക്കാനാണ് അദ്ദേഹം പോയത്. അത് കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രശ്നവും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏത് തരത്തിലായാലും യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറുക, അത് KSRTC ബസ്സിലായാലും സ്റ്റേജ് കെയറേജസിലായാലും ഏതുതരം സ്റ്റേജ് കെയറേജസിലാണ്, അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. നാളെയും അത്തരം സഹകരണം ഉണ്ടാകണം. എന്താണ് ഞാൻ അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ, ഇതിനൊരു റിവേഴ്സ് വരാനുണ്ട്. കാരണം നമ്മളിതൊക്കെ കർശനമാക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്റ്റേജ് കെയറേജ് പോലെ പ്രവർത്തിക്കുന്ന സംവിധാനം ഇല്ലാതാകുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പം തമ്പാനൂരിൽ നിന്നാണ് ബസ് പുറപ്പെടുന്നത്. ഒക്കെ കഴക്കൂട്ട് നാളെ കയറ്റേണ്ടി വരും, പിന്നെ ടെക്നോ പാർക്കിൻ്റെ അടുത്ത് നാളെ കയറ്റേണ്ടി വരും, ഇങ്ങനെ കയറ്റേണ്ടി വരും. അങ്ങനെ കയറ്റാതിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് മാറുമ്പോൾ പബ്ലിക് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് പബ്ലിക് ഞങ്ങളോട് സഹകരിക്കണം. സ്റ്റേജ് കെയറേജസിനെ അങ്ങനെ കാണുകയും
കോൺട്രാക്ട് കാരേജസുകളെ അങ്ങനെ കാണുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്താൻ ആവശ്യമായ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, അതിന് നമ്മൾ നടപടി സ്വീകരിക്കുമ്പോൾ അത് ഉൾപ്പെടെയാണല്ലോ. പെർമിറ്റ് റദ്ദാക്കാൻ ഇപ്പം ഈ സംഭവത്തിൽ ബന്ധപ്പെട്ട ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദാക്കാനുള്ള നോട്ടീസ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വാഹന ഉടമസ്ഥൻ നമ്മുടെ ഈ നടപടികളോട് സഹകരിക്കുന്ന ഒരു മനോഭാവമല്ല കാണിക്കുന്നതെന്നാണ് ഇപ്പം മനസ്സിലായിട്ടുള്ളത്. അതങ്ങനെ വേണമെന്നൊക്കെ അവരാണ് ആലോചിക്കേണ്ടത്. അവർ കോടതിയൊക്കെ സമീപിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്കും കോടതിയിലൊക്കെ പോകാനൊക്കെ ഗവൺമെൻറ്റിനും കഴിയും. എന്നാൽ ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും ഒന്നും ശ്രദ്ധിക്കാതെ സർവീസ് നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് അത് നോക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ അതിനകത്ത് വരുമല്ലോ. നമ്മൾ നിയന്ത്രിക്കാനുള്ള ഗൈഡ് ലൈൻസ് വരുമ്പോൾ ഏത് തരത്തിൽ അതിപ്പോൾ ഇന്ന് വൈകുന്നേരം കൊണ്ടോ നാളെ രാവിലെ കൊണ്ടോ തയ്യാറാകും. ഒരു പ്രപ്പോസൽ, ഒരു കരട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനയ്ക്കുള്ള ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഇതിന് വേണമെങ്കിൽ RTOമാർക്ക് കാരണം RTOമാരാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. RTOമാർക്ക് ലൈസൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ RTO ബോർഡാണ് ലൈസൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി RTO ബോർഡ് കൂടാൻ കാത്തു നിൽക്കാതെ നമ്മളൊരു ജനറൽ ഗവൺമെൻറ്റിൻ്റെതായ ഒരു ജനറൽ ഗൈഡൻസ് ഉണ്ടാക്കി ലൈസൻസ് കൊടുക്കുമ്പോൾ ഇന്നിന്ന കണ്ടീഷൻസ് പാലിച്ചിരിക്കണമെന്നൊരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേണ്ട, നിയമ ഭേദഗതിക്കും റൂൾ ഭേദഗതിക്കും കാത്തു നിൽക്കാതെ അത് നമുക്ക് സാവകാശം ചെയ്യാം. എന്നാൽ ഒരു ഗൈഡ് ലൈൻസ് എന്നുള്ള നിലക്ക് ഗവൺമെൻറ് കൊടുക്കുകയും ആ ഗൈഡ് ലൈൻസ് പാലിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇപ്പോൾ. ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് ആണത്. നമുക്ക് നിയമനിർമ്മാണത്തിലെ ചട്ടങ്ങളിലെ ഭേദഗതിയിലൂടെ തന്നെ വേണം അത് ചെയ്യാൻ. അത് ഓർക്കാതെയല്ല. പക്ഷേ ചട്ടങ്ങളിലെ ഭേദഗതി കൊണ്ടുവന്ന് ഇതൊക്കെ നടപ്പിലാക്കുമ്പോൾ എടുക്കുന്ന കാലതാമസം ഒഴിവാക്കാൻ അടിയന്തര നടപടി എന്നുള്ള നിലയിൽ ഒരു ഗൈഡ് ലൈൻസ് തയ്യാറാക്കി അവരറിയിക്കും. ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കിയാൽ സ്വാഭാവികമായും ജില്ലാ കളക്ടറും RTOയും അത് മനസ്സിലാക്കി തന്നെയാണ് പെരുമാറുക എന്നാണല്ലോ നമ്മൾ കരുതേണ്ടത്. എന്നാൽ അതിനെ ലീഗലൈസ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ പിന്നാലെ സ്വീകരിക്കുന്ന ഒരു മെക്കാനിസമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ശേഖരിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ 259 ബസ്സുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അല്ല, നമ്മുടെ പ്രധാന ചെക്ക് പോസ്റ്റുകളെ കേന്ദ്രീകരിച്ചാണ് ആ പരിശോധന നടത്തിയിട്ടുള്ളത്. അത് മനസ്സിലാക്കി. പിന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നലെയും മിനിയാന്നുമായി കുറച്ച് സർവീസുകൾ നടത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ആ ബസ്സുകളാണ് പരിശോധിച്ചത്. ഇന്നലെ നമ്മൾ പിന്നെ തൃശ്ശൂരിലെ പാലിയേക്കര പിന്നെ ടോൾ പ്ലാസ ഉണ്ടല്ലോ, അവിടെ വെച്ചും പരിശോധന നടത്തുകയുണ്ടായി. അമരവളിയിൽ പരിശോധന നടത്തുകയുണ്ടായി. പാലക്കാട്, കാസർഗോഡ്, ഇങ്ങനെ നമ്മുടെ ഏതാണ്ട് ഇപ്പോൾ എത്രയാണ് ചെക്ക് പോസ്റ്റുകളുള്ളത്? 19 ചെക്ക് പോസ്റ്റിലും ഇന്നലെ നമ്മൾ പരിശോധന നടത്തി. ഇനി പരിശോധന നടത്തുന്ന ആളുകളെ അറിയിക്കാതെയാണ് നടത്തുക. കാരണം ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞുപോയി. ഈ ഓപ്പറേഷൻ നൈറ്റ് ഡ്രൈവേഴ്സ് ഉള്ളത് കണ്ടതുകൊണ്ട്, ഈ മാധ്യമങ്ങൾ നമ്മളെ വല്ലാതെ സഹായിച്ചതുകൊണ്ട് അത് അവർക്കൊരു ചെറിയ ഗുണം കിട്ടിയിട്ടുണ്ടെന്നാണ് ഇന്നലത്തെ പരിശോധനയിൽ. കാരണം ഈ ചരക്കുകൾ അതിനകത്ത് ഉണ്ടായിട്ടില്ല. മൂന്ന് പിന്നെ കുറേ എണ്ണം സർവീസ് റദ്ദാക്കി. ഈ ചരക്കുകൾ കണ്ടെത്തിയത് 3 ബസ്സിൽ നിന്ന് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? 3 കണ്ടത്. അതും വളരെ അധികമില്ല. അവിടത്തേക്ക് കയറിയിട്ടില്ല. ആദ്യം നമ്മൾ അന്തർ സംസ്ഥാനം എടുക്കട്ടെ, നമ്മളെല്ലാം കൂടി ഒരുമിച്ച്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ പിന്നെ ഈ രാത്രികാലങ്ങളിൽ ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അത് പ്രധാനമായും ഇടുക്കി മേഖലയിൽ നിന്ന് നമ്മുടെ മലബാർ മേഖലയിലേക്കാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ തന്നെ കണ്ടിട്ടുള്ളതാണ്, അത് ഞാൻ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കട്ടെ.
അത് നമ്മൾ വയലേഷന് ആദ്യത്തെ നമ്മളെ നിയമം അനുസരിച്ച് പിഴയാണല്ലോ. ആ നടപടികൾ തുടർച്ചയായി ലംഘിക്കുമ്പോഴാണ് ഇപ്പം കല്ലടിയുടെ ഒരു ബസ് കണ്ടില്ല 1213 കേസുകൾ. പക്ഷെ അത് കല്ലട നമ്മൾ അത് പല ബസ്സുകൾക്കാണ് 1213 അങ്ങനെ എത്രയോ നമ്പർ കണ്ടല്ലോ നമ്മൾ. വയലേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ട്. കേൾക്കുന്നില്ല. പിഴയിട്ടത് കൊണ്ട് മാത്രം പറ്റില്ല. കാരണം നമ്മളെ ഒരു പ്രശ്നം ഇപ്പം ഈ ലൈസൻസ് കിട്ടാൻ എത്രയെന്ന് പറയാം 1000 രൂപയാണ്. നമ്മുടെ പിഴ എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ എൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ സംഖ്യയാണ് മിക്ക നിയമലംഘനത്തിനും മോട്ടോർ വാഹന വകുപ്പിലുള്ളത്. ഹെൽമറ്റ് ധരിച്ചാൽ 500 രൂപയാണ് എല്ലാത്തിനും. വളരെ അപ്പോൾ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് ഈ 100 രൂപ 500 രൂപയൊന്നും ഒരു വലിയ സംഖ്യയായിട്ട് നമ്മളെ കാലത്ത് തോന്നിയത് പോലെയല്ല. പുതിയ തലമുറക്ക് അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. പിഴ ഉൾപ്പെടെയുള്ളത് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കുമ്പോൾ അമിതമായ എന്ന് പറഞ്ഞിട്ടൊരു നമ്മളൊരിക്കൽ ആലോചിച്ചതാണ്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ഈ പിഴ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു നിർദ്ദേശം വന്നതാണ്. തൽക്കാലം അത് നമുക്ക് അടുത്ത ബഡ്ജറ്റിൽ ഉണ്ടാക്കാം. അതെ അതെ അത് നമ്മൾ ഈ പഴയ കാലത്തേക്ക് നമ്മളിപ്പോൾ അങ്ങ് പോകണ്ട. നമുക്ക് പുതിയ കാലത്തേക്ക് ജാഗ്രതയോടുകൂടി നടന്നു പോകുന്നതാണ് നല്ലത്. പ്രൈവറ്റ് ബസ്സുകളുടെ അന്തർ സംസ്ഥാന സർവീസുകളിലെ കൊള്ളരുതായ്മകൾക്ക് കൂച്ചുവിലങ്ങിടാൻ സംസ്ഥാന സർക്കാർ കർശന നടപടിയുണ്ടാകുമെന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത്. വളരെ വേഗം തിരികെ എത്താം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ന്യൂസിലൻഡിലെ തണുത്തുറഞ്ഞ ജലാശയത്തിൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജലാശയത്തിൽ നിന്ന് രാത്രി നീന്തിക്കരയിലെത്തിയ മൂവരെയും മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലുണ്ടായ സ്ഫോടന പരമ്പരയിൽ ചാവേറായവരിൽ ഒരു സ്ത്രീയും ഉൾപ്പെട്ടതായി ശ്രീലങ്കൻ പ്രതിരോധ സഹമന്ത്രി റുവാൻ വിജയവർദ്ധന. ഹോട്ടലുകളിലും പള്ളികളിലും ഉണ്ടായ സ്ഫോടനങ്ങളിൽ 9 പേരാണ് ചാവേറുകളായത്. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണുന്നു. റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്ക് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ഉച്ചകോടിയിൽ കരാർ ഒപ്പുവെക്കലോ സംയുക്ത പ്രസ്താവന ഉണ്ടാവില്ലെന്നാണ് സൂചന.